മാട്ടുപ്പെട്ടി റൂട്ടിലുള്ള ഒരു റോസ് ഗാർഡനിൽ വന്നേക്കണാണ്. ഫ്ലോട്ടിക്കൾച്ചറൽ സെൻ്റർ എന്നൊക്കെയാണ് എൻ്റെ പേര്. തൊണ്ട പോയിരിക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം സൗണ്ട് ഉണ്ടെന്നൊന്നും അറിയില്ല. മൈക്ക് എടുത്തിട്ടില്ല. സംഭവം വിളിക്കാം കേട്ടോ. നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ KFDC ഫ്ലോട്ടിക്കൾച്ചർ സെൻ്ററിലേക്കുള്ള ദൂരം, അതായത് ഈ പാർക്കിലേക്കുള്ള ദൂരം. KFDC എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളതാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് സാധാരണ ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ടാകുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും, ഇരവികുളത്തേക്കും അതുപോലെ മറ്റേ വട്ടവട, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കുള്ള പാക്കേജുകൾ, മറ്റ് പല പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന പാക്കേജുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു ഗാർഡനിലെ മനോഹരമായ പൂക്കളും അതുപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വന്നേക്കുന്നത് സീസൺ ടൈമിലല്ല. അപ്പോൾ സീസൺ ടൈമിലല്ലാത്ത സമയത്തും ഇവിടെ വന്നാൽ എന്തൊക്കെ കാണാം എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാവും. കാരണം സീസൺ ടൈം വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആരായിക്കോട്ടെ ചെറിയൊരു 1 ഡേ ട്രിപ്പ് അല്ലെങ്കിൽ 2 ദിവസം ഒരു സ്റ്റേയും 2 ദിവസത്തെ ട്രിപ്പും പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളൊക്കെ തിരഞ്ഞെടുത്താലും ഒരു 90% ആളുകളും കറങ്ങിത്തിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് ഒന്നെങ്കിൽ ഇടുക്കി അല്ലെങ്കിൽ മൂന്നാർ. ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ വാഗമണും അങ്ങനത്തെ മൊട്ടക്കുന്നുകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വന്ന് നിൽക്കുന്നത് മൂന്നാറിലായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടും മൂന്നാറിൽ ഓഫ് സീസണിൽ ഗാർഡനിൽ വന്നാൽ എന്തൊക്കെ കാണാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പൂക്കളും ചെടികളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് എനിക്കിതിനെക്കുറിച്ച് അത്ര നോളജ് ഇല്ലാത്തതുകൊണ്ട്, പൂക്കളെക്കുറിച്ചൊക്കെ അത്ര നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഈ പൂക്കളുടെയൊക്കെ പേരൊക്കെ നമുക്ക് ഡൽഫിയ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ കൂടി അതൊക്കെ നമ്മൾ പറഞ്ഞ് വെറുതെ കുളമൊക്കണ്ടല്ലോ എന്നോർത്ത് അതൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് മനോഹരമായ ഇവിടുത്തെ പൂക്കളുടെ മനോഹരമായ ചെടികളുടെയൊക്കെ കാഴ്ചകൾ സമ്മാനിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഡാൽഫിയയുടെ പലതരത്തിലുള്ള കളർ വേരിയൻറ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം. അതായത് പല കളർ, റെഡ് തന്നെ എത്ര തരം ഉണ്ടെന്ന് കണ്ടറിയണം. കാര്യം റെഡ് ഫുൾ റെഡ് ആയിട്ടുള്ളതുണ്ട്, റെഡ് വൈറ്റും കൂടി കോംബോ വരുന്നുണ്ട്, വൈറ്റ് വളരെ കുറവും റെഡ് കൂടുതലായിട്ട് കോംബോ വരുന്നുണ്ട്, പിങ്ക്, പർപ്പിള്, റോസ് കളർ, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഡാൽഫിയാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒറ്റ നോട്ടത്തിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ പലതരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് മേടിക്കാനും കിട്ടും, ചെറിയ തൈകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ മേടിക്കാനും കിട്ടുന്നുണ്ട്. പിന്നെ വളങ്ങൾ, ഫെർട്ടിലൈസർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ചെടികളുടെ പൂക്കളുണ്ടാകുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ, ചെടികൾ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അങ്ങനെ പല വേരിയൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലോ. ഈ ബൾക്കായിട്ടുള്ള റോസ്, ഒരു തണ്ടിൽ തന്നെ ഒരുപാട് റോസ് ഉണ്ടാകുന്ന ടൈപ്പ് സംഭവങ്ങൾ. പിന്നെ ഇവിടെ തന്നെ മനോഹരമായൊരു കാഴ്ച വെച്ചാൽ പിന്നെ ചില സ്ഥലങ്ങൾ ഇതുപോലെ ലാൻഡ്സ്കേപ്പൊക്കെ ഒരുക്കി പ്രത്യേക ഷേപ്പിലും, ഇപ്പോൾ ഹാർട്ടിൻ്റെ ലവിൻ്റെ ഒക്കെ ഷേപ്പിലും ഡിസൈനിലൊക്കെ ചെറിയ വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്ര വലിയ ഒരു പാർക്കൊന്നുമല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു ഏകദേശം ഒരു മണിക്കൂർ അത്യാവശ്യം വളരെ കുറച്ച് സ്പീഡിൽ നടന്ന് കാണുകയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുപോകാം. ഈ ഒരു ചെടി എടുത്ത് പറയേണ്ടതാണ്. കാര്യം നമ്മൾ ആദ്യം വിചാരിച്ചത് ഹാങ്ങിങ് ഡെക്കറേഷൻ തൂക്കിയിട്ടിരിക്കുന്നതാണ്, പിന്നീടാണ് മനസ്സിലായത് ഒറിജിനലായിട്ടുള്ള ചെടിയുടെ ഇത് തന്നെയാണ്. ജേഡ് വൈൻ എന്നും പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ റെഡ് കളർ ഉണ്ട്. റെഡ് കളർ ചിലപ്പോൾ നമുക്കൊരു പൂവായിട്ടൊക്കെ തന്നെ തോന്നിയേക്കാം, പക്ഷേ ഈ നീല കളർ, പച്ച കളർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് നീലയാണോ പച്ചയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡാണ്. ചിലതിന് ഒരു നീല കൂടുതലുണ്ട്, ചിലതിന് പച്ച കൂടുതലുണ്ട്. അത് ഓരോന്ന് പൂവായതിനു ശേഷം അത് മൂത്ത് വരുന്ന പൂവിൻ്റെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ കളർ ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള, ഞാൻ നേരിട്ട് ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയിട്ടോ. കാരണം നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ പൂവ് നമ്മൾ ആദ്യം കാണിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സൂര്യകാന്തി പൂക്കൾ ഒരു തോട്ടം പോലെ കുറച്ച് ഏരിയയിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷേ പൂക്കൾ വളരെ കുറവായിരുന്നു. ഒരു 3-4 പൂക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ സൂചിപ്പിച്ചത് ഒരു ഓഫ് സീസൺ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പൂക്കളൊന്നും പ്രതീക്ഷിച്ച് വരരുത്. നമ്മുടെ നോർമലായിട്ടുള്ള പൂക്കളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതുപോലെ സീസൺ ടൈമിലുണ്ടാകുന്ന പൂക്കളൊക്കെ വളരെ കുറവ് തന്നെയാണ്. ഈ കാണുന്നത് ഇവിടെ ഓരോ കൗണ്ടേഴ്സൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അവിടെ ചെടികളൊക്കെ മേടിക്കാം. ഇവിടെ ഒരു സൈക്കിളിലൊക്കെ സംഭവം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. നമ്മുടെ കുട്ടികളൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഞാനിവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിനകത്ത് കാണിക്കാത്തത്. കുറച്ച് കാണിക്കുന്നത്, ആളുകളൊക്കെ കാണിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ വീഡിയോയിൽ വരുന്നു പോകുന്നുണ്ട്. ഈ ചില പൂക്കളുടെ കളർ കാരണം അതിൻ്റെ എതള് പോലും മനസ്സിലാവുന്നില്ല, അത്രക്ക് ബ്രൈറ്റ് കളറായിട്ട് നമ്മുടെ കണ്ണടിച്ച് പോകുന്ന രീതിയിലാണ് കളറൊക്കെ സെറ്റ്. അതിൻ്റെ കൂടെ ഒരു വെയിലിൻ്റെ ഷെയ്ഡും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക, പൂക്കളിങ്ങനെ ഭയങ്കര കളറായിട്ട് നമുക്ക് അതിൻ്റെ എതളുകൾ പോലും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കും.
വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക്, അതായത് നമ്മൾ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരുപാട് കാക്ടസ്, കള്ളിമുൾച്ചെടികൾ, അങ്ങനത്തെ ചെടികളൊക്കെ അവസാന ഭാഗത്ത് കാണാം. ഇവിടെ ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നടുക്കൊരു വരയാടിനെ പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ അടുത്ത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടെ മൊത്തത്തിലുള്ളൊരു വ്യൂ. ഞാനൊന്ന് ജസ്റ്റ് കറക്കി എടുത്തതാണ്. അപ്പോൾ വരയാടെന്ന് ഞാൻ പറഞ്ഞത് ഈ കാണുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ചെടി പടർന്നു കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി മനോഹരമായിരിക്കും. അപ്പോൾ ഓരോ ടൈമിൽ ഓരോ ടൈപ്പായിരിക്കും ഇവിടുത്തെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ. കാര്യം ഇപ്പം ഞാൻ വന്ന് എടുത്ത വിഷ്വൽ ഇങ്ങനെയാണെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ വിഷ്വൽ മൊത്തത്തിൽ മാറും. ഇതിൻ്റെ ആംബിയൻസ് മൊത്തത്തിൽ മാറും എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ രീതിയിലായിരിക്കും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറേ ചിമന്തികൾ നിർത്തി വെച്ചിട്ടുണ്ട്. മഞ്ഞ തന്നെ കാണാം, പല വെറൈറ്റി മഞ്ഞ കാണാം. 2 ഷെയ്ഡ് നിങ്ങൾക്ക് അവിടെ ഒരുമിച്ച് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ കള്ളിമുൾച്ചെടികളും അതുപോലെ കാക്ടസ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ളത് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ തൈകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവർ ഇവിടെ മേടിക്കാൻ അവിടെ എക്സിറ്റിൻ്റെ അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. 100 രൂപ 150 രൂപയൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഇതൊക്കെ വളരെ വലിയ സൈസിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. കാര്യം നമ്മുടെ ഓരോ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചെടിയുടെ വലിപ്പമൊന്നും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ഒരു കൈയൊക്കെ വെച്ച് കാണിച്ചാൽ അതിൻ്റെ സൈസ് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതൊക്കെ നല്ല വലിയ സൈസിലുള്ള കാക്ടസും സംഭവങ്ങളൊക്കെയാണ് കണ്ടോ. ഇത്രയും വരുന്നത്. പിന്നെ അതുപോലെ കൂടെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള കാക്ടസുകൾ വിഭാഗത്തിൽപ്പെട്ട ഹാങ്ങിങ് പ്ലാന്റ്സുകൾ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് ഡെക്കറേഷൻ പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ അവിടെ കണ്ടു. അതുപോലെ തന്നെ സ്പെഷ്യലി ഡെസറായിട്ടുള്ള ഇലകളോട് കൂടിയ പ്ലാന്റുകൾ, സ്നേക്ക് പ്ലാന്റ്, പെപ്പറോമിയ എന്ന് പറഞ്ഞൊരു ചെടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ 1-2 ചെടികൾ മാത്രം അവിടെ കണ്ടുള്ളൂ. ഇതിന് ബാക്കിയൊക്കെ സെയിലായി പോയതാണോ എന്നറിയില്ല. ഇത് കോബ്ര ഫെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടേക്കുന്ന സാധാരണ ചെടികളൊക്കെയാണ്. ഈ ചെടിയിൽ ഇത്രയും മനോഹരമായ പൂക്കൾ ഉണ്ടാവുമെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലായത്. സാധാരണ ആ ചെടിയിൽ എത്ര പൂക്കളൊന്നും കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൈകൾ വിൽക്കാൻ വെച്ചാൽ ഇതൊക്കെയാണ്. ഈസ്റ്റർ കാക്ടസ് 100 രൂപ, അതുപോലെ ആഫ്രിക്കൻ വയലറ്റ് 100 രൂപ. ചെറിയ ചെറിയ തൈകളാണ്. അതുപോലെ ഈ കാണുന്നത് 150 രൂപയുടെ ഡോങ്കി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അവസാന ഭാഗത്തേക്ക് എത്തിപ്പെടുക്കുന്ന മനോഹരമായിട്ടുള്ള പിങ്ക് കളർ റോസ്, റെഡ് റോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ അവസാന ഭാഗത്ത് റെഡിയാണ്. അസീലിയുടെ ഹൈബ്രിഡ് വേരിയൻ്റൊക്കെ അവിടെ കാണാൻ നമുക്ക് പൂക്കളുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എക്സിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മനോഹരമായ പൂക്കളും സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ മൂന്നാറൊക്കെ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മൂന്നാറിലെ പല പല കാഴ്ചകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. മൂന്നാറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ താമസിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടുന്നുണ്ട്. അതൊക്കെ കണ്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും മനോഹരമായ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.